ഐക്യരാഷ്ട്ര സഭയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യ. ആഗോള ഭീകരതയ്ക്ക് എണ്ണ പകരുന്ന പാകിസ്ഥാന് നേരെ ഇനിയും ലോകത്തിന് കണ്ണടയ്ക്കാനാകില്ല എന്ന് ഇന്ത്യ. പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണച്ചിട്ടുണ്ട് എന്നും കുറ്റസമ്മതത്തിൽ അത്ഭുതപ്പെടാനില്ല എന്നും പറയുന്നു. ആഗോള സമൂഹം ഇന്ത്യക്ക് നൽകിയ പിന്തുണ ഭീകരവാദത്തോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ തെളിവാണെന്നും ഇന്ത്യൻ അംബാസഡർ യോജന പട്ടേൽ. അനുപമ ശ്രീദേവിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനുപമ, ഇന്ത്യ രോഷം പ്രകടിപ്പിക്കുകയാണ് ഈ ഭീകരവാദത്തിൽ പാകിസ്ഥാനെതിരെ. എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയിൽ? അതെ ലക്ഷ്മി, ഈ പാകിസ്ഥാൻ നിരന്തരം അന്താരാഷ്ട്ര വേദികളിൽ പഹൽഗാം ആക്രമണത്തിലെ പങ്ക് നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭാ വേദിയിൽ ഇന്ത്യ ശക്തമായിട്ടുള്ള രൂക്ഷ ഭാഷയിൽ തന്നെ ഒരു വിമർശനമാണ് പാകിസ്ഥാനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. യാതൊരു മര്യാദയുമില്ലാത്തൊരു രാജ്യം എന്നൊരു പരാമർശമാണ് യോജന പട്ടേൽ ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി പറഞ്ഞതുപോലെ തന്നെ പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ ആഗോള ഭീകരതയ്ക്ക് എണ്ണ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതിനെതിരെ ലോകത്തിന് കണ്ണടയ്ക്കാനാകില്ല. ശക്തമായിട്ടുള്ള അപലപനത്തിനപ്പുറം ശക്തമായിട്ടുള്ള പ്രതികരണത്തിന് ഇന്ത്യയോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ലോകം ഒന്നുചേരണം എന്നൊരാവശ്യമാണ് ഇന്ത്യ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ആഗോള സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഏറ്റവും പുതിയതായിട്ട് തുർക്കിയിൽ നിന്ന് എർദോഗൻ്റേതടക്കം പാക് ഇന്ത്യ പ്രശ്നത്തിൽ ഒരു അടിയന്തര പരിഹാരം ആവശ്യമാണെന്ന നിലയിൽ ഒരു പ്രതികരണം വന്നിരുന്നു. ഇങ്ങനെ ആഗോളതലത്തിൽ ലഭിക്കുന്ന പിന്തുണയ്ക്ക് വലിയ നന്ദി അറിയിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇതിലൊരു ശക്തമായിട്ടുള്ള പിന്തുണയാണ്, അത് പാകിസ്ഥാനെതിരായിട്ടുള്ള പിന്തുണയായി കൂടിയാണ് ഇന്ത്യ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പാക് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖാജ ആസിഫ് ഈ US-നെയും UK-ക്കും വേണ്ടിയിട്ട് പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ ഭീകരവാദത്തിന് പിന്തുണ നൽകി വന്നിരുന്നു എന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. ആ തുറന്നു പറച്ചിലിൽ ആ കുറ്റസമ്മതത്തിൽ യാതൊരു വിധത്തിലും അത്ഭുതപ്പെടാനില്ല, അതാരെയും അത്ഭുതപ്പെടുത്തുന്നില്ല. പാകിസ്ഥാൻ ഒടുവിൽ അന്താരാഷ്ട്ര ലോകത്തിന് മുന്നിൽ തന്നെ അങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തുകയാണ്. ഇനിയും പങ്കില്ല എന്നൊരു മറയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കാൻ പാകിസ്ഥാൻ ആവില്ല എന്നൊരു ശക്തമായിട്ടുള്ള വാക്കുകൾ തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ഉന്നയിച്ചിരിക്കുന്ന വേദിയും പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. ഈ ഭീകരതയ്ക്ക് ഇരയാകുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ഒരു കമ്മിറ്റി രൂപീകരണമുണ്ട്. വിക്ടിംസ് ഓഫ് ടെററിസം അസോസിയേഷൻ നെറ്റ്വർക്ക്, വോട്ടാൻ എന്ന് പറയും. അതിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് ഇന്ത്യൻ അംബാസഡർ ആയിട്ടുള്ള യോജന പട്ടേൽ ഇങ്ങനെയൊരു ഇത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശക്തമായിട്ടുള്ള വിമർശനവും അപലപനത്തിനും അപ്പുറമുള്ള ഒരു നടപടിയും പാകിസ്ഥാനെതിരെ വേണം. അതിന് അന്താരാഷ്ട്ര ലോകം ഇന്ത്യക്കൊപ്പം നിൽക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ലക്ഷ്മി, അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ സമ്മർദ്ദം ശക്തമാക്കുകയാണ്. ഇപ്പോൾ ഐക്യരാഷ്ട്ര സഭയിലാണ് അതിരൂക്ഷമായ പരാമർശം പാകിസ്ഥാനെതിരെ ഉയർത്തിയിരിക്കുന്നത്. അനുപമ ശ്രീദേവിയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.